കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ കലയും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. KPSC മുതൽ ഇങ്ങോട്ട് നാടകത്തിലൂടെയും സിനിമയിലൂടെയും രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കിയ ഒട്ടേറെ കലാകാരന്മാരെ കേരളം കണ്ടിട്ടുണ്ട്. എന്നാൽ സമീപകാലത്ത് ചലച്ചിത്ര താരങ്ങൾ നേരിട്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ച സജീവമാണ്. ഈ നിരയിൽ ഏറ്റവും ഒടുവിലായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് രമേശ് പിഷാരടിയുടേത്. മിമിക്രി വേദികളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയും മലയാളികൾക്ക് പ്രിയപ്പെട്ടവനായി മാറിയ കലാകാരനാണ് രമേശ് പിഷാരടി. അദ്ദേഹത്തിന്റെ ഹാസ്യബോധം എല്ലാവർക്കും പരിചിതമാണെങ്കിലും ആ ചിരിക്ക് പിന്നിൽ വലിയൊരു വായനാശീലവും ലോകരാജ്യങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവും ഉണ്ടായിരുന്നു. മമ്മൂട്ടിയെ പോലെയുള്ള വലിയ താരങ്ങളുടെ നിത്യസന്ദർശകനായി പിഷാരടി മാറിയതിന് പിന്നിലെ രഹസ്യവും അദ്ദേഹത്തിന്റെ ഈ അറിവ് തന്നെയാണ്. സിനിമയ്ക്കപ്പുറം സാഹിത്യവും രാഷ്ട്രീയവും ചരിത്രവും ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരാളായിട്ടാണ് മമ്മൂട്ടി പിഷാരടിയെ കാണുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിഷാരടി മത്സരിച്ച മണ്ഡലവും അദ്ദേഹം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടും ഏറെ വാർത്താ പ്രാധാന്യം നേടി. സെലിബ്രിറ്റി എന്ന ലേബലിൽ വോട്ട് പിടിക്കുന്നതിനേക്കാൾ ഉപരിയായി താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പിഷാരടിയുടെ രാഷ്ട്രീയ പ്രവേശനം പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ കുഞ്ചാക്കോ ബോബൻ വ്യക്തമാക്കുന്നു. ഒരഭിമുഖത്തിൽ ചാക്കോച്ചൻ പറഞ്ഞ കാര്യങ്ങൾ പിഷാരടിയുടെ രാഷ്ട്രീയ വ്യക്തിത്വത്തെ തുറന്നു കാട്ടുന്നതാണ്. പിഷാരടി ഒരു കാര്യം പറയുമ്പോൾ അതിന് കൃത്യമായ അടിസ്ഥാനമുണ്ടാകും. ലോകത്ത് എവിടെ എന്ത് നടന്നാലും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ പിഷാരടിക്കുണ്ട്. ഇത് വെറും ഒരു കേട്ടറിവല്ല, മറിച്ച് നിരന്തരമായ വായനയിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും നേടിയെടുത്തതാണ്. കുഞ്ചാക്കോ ബോബന്റെ ഭാര്യ പ്രിയയുമായി പിഷാരടി നടത്തുന്ന രാഷ്ട്രീയ സംവാദങ്ങൾ ചാക്കോച്ചൻ കൗതുകത്തോടെയാണ് വിവരിക്കുന്നത്. പലപ്പോഴും വിരുദ്ധ ധ്രുവങ്ങളിൽ നിന്ന് അവർ രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് പിഷാരടി രാഷ്ട്രീയം ഒരു വിനോദമായല്ല, മറിച്ച് ഗൗരവകരമായ ഒരു ജീവിത വീക്ഷണമായിട്ടാണ് കാണുന്നതെന്നാണ്. പിഷാരടി വെറുതെ രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല, അതിനുവേണ്ടി ആഗ്രഹിച്ച് കൃത്യമായ ശ്രമങ്ങൾ നടത്തിയാണ് അദ്ദേഹം അവിടെ എത്തിയത്. കുഞ്ചാക്കോ ബോബൻ തുറന്നു പറഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിലുള്ള പ്രശസ്തി രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാമെങ്കിലും അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾക്കും പഠനങ്ങൾക്കും ശേഷമാണ് അദ്ദേഹം ഈ മേഖലയെ തിരഞ്ഞെടുത്തത്. മറ്റ് പല താരങ്ങളും രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ തങ്ങളുടെ സഹപ്രവർത്തകരെ പ്രചാരണത്തിനായി വിളിക്കാറുണ്ട്. എന്നാൽ രമേശ് പിഷാരടി വ്യത്യസ്തനാകുന്നത് ഇവിടെയാണ്. തന്റെ പ്രചാരണത്തിന് ആരെങ്കിലും വരണമെന്ന് താൻ ആവശ്യപ്പെടില്ല എന്ന അദ്ദേഹത്തിന്റെ തീരുമാനം വലിയ ശ്രദ്ധ നേടി. സ്വന്തം ആശയങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ജനങ്ങളെ സ്വാധീനിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പാർട്ടിക്കും വിശ്വാസങ്ങൾക്കും അപ്പുറം ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ കാതൽ. രമേശ് പിഷാരടി മാത്രമല്ല, മലയാള സിനിമയിൽ നിന്ന് ഒട്ടേറെ പേർ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലുണ്ട്. ഗണേഷ് കുമാർ, മുകേഷ് എന്നിവർ ജനപ്രതിനിധികളായി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ്. സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രി പദം വരെ എത്തിക്കഴിഞ്ഞു. ഇവരെല്ലാം സിനിമയിലെ താരപ്പൊലിമ രാഷ്ട്രീയത്തിൽ ഗുണകരമായി മാറ്റിമറിച്ചവരാണ്. അതേസമയം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ജഗദീഷിനെ പോലെയുള്ളവർ പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാഴ്ചയും നാം കണ്ടു. സലീം കുമാറിനെ പോലെയുള്ളവർ മത്സരിക്കുന്നില്ലെങ്കിലും തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയുന്നതിലും പ്രചാരണ വേദികളിൽ സജീവമാകുന്നതിലും മടി കാട്ടാറില്ല. അഞ്ജലി നായർ എന്നിവരും ഇത്തവണ തിരഞ്ഞെടുപ്പ് ഗോതയിൽ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം അറിയിച്ചു. ഈ ചോദ്യത്തിന് വളരെ പക്വമായ മറുപടിയാണ് കുഞ്ചാക്കോ ബോബൻ നൽകിയത്. താൻ സിനിമയിലെത്തിയത് ആഗ്രഹിക്കാതെയാണെന്നും എന്നാൽ അവിടെ നിലനിൽക്കാൻ ഒട്ടേറെ തയ്യാറെടുപ്പുകൾ വേണ്ടി വന്നുവെന്നും അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയം എന്നതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അതിലേക്ക് വരണമെങ്കിൽ ആദ്യം അതിനോട് അതിയായ ആഗ്രഹം തോന്നണം. പിന്നീട് കൃത്യമായ തയ്യാറെടുപ്പും ശ്രമവും വേണം. അത്തരമൊരു ആഗ്രഹം ഉണ്ടായാൽ താനും രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ രാഷ്ട്രീയമാണ് വഴിയെന്ന് ബോധ്യപ്പെട്ട ഏതൊരാളും ആ പാത തിരഞ്ഞെടുക്കുമെന്ന ചാക്കോച്ചന്റെ നിലപാടും ശ്രദ്ധേയമാണ്. ഒരു കലാകാരൻ രാഷ്ട്രീയത്തിൽ എത്തുമ്പോൾ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടാകും. സാധാരണക്കാർക്ക് എളുപ്പത്തിൽ സമീപിക്കാൻ കഴിയുന്നവരായിരിക്കും അവർ എന്നതാണ് ഇതിന് കാരണം. സിനിമയിൽ കാണുന്ന ഇമേജിനേക്കാൾ ഉപരിയായി ഗൗരവകരമായ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടാൻ അവർക്ക് കഴിയണം. രമേശ് പിഷാരടിയെ പോലെയുള്ളവരുടെ കടന്നുവരവ് സൂചിപ്പിക്കുന്നത് അറിവും നിലപാടുമുള്ള കലാകാരന്മാർ രാഷ്ട്രീയത്തിൽ അത്യാവശ്യമാണെന്നാണ്. രമേശ് പിഷാരടിയുടെ തിരഞ്ഞെടുപ്പ് പോരാട്ടം കേവലം ജയപരാജയങ്ങളുടെ കണക്കല്ല, മറിച്ച് നിലപാടുകളുടെ പ്രഖ്യാപനമാണ്. അദ്ദേഹം തുറന്നു നൽകിയ വഴിയിലൂടെ വരും വർഷങ്ങളിൽ ഇനിയും കൂടുതൽ കലാകാരന്മാർ രാഷ്ട്രീയത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നത് ഒരു ആരോഗ്യപരമായ ലക്ഷണമായി കാണാം. അവർ കൃത്യമായ അറിവോടും തയ്യാറെടുപ്പോടും കൂടിയാണ് വരുന്നതെങ്കിൽ രമേശ് പിഷാരടിയെക്കുറിച്ച് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ചിരിയുടെ ലോകത്ത് നിന്നും രാഷ്ട്രീയത്തിന്റെ ഗൗരവകരമായ തലങ്ങളിലേക്ക് പിഷാരടി എത്തിയത് ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി പങ്കുചേരാനുള്ള ആഗ്രഹം കൊണ്ടാണ്. സിനിമയും രാഷ്ട്രീയത്തെയും വേർതിരിച്ചു കാണാൻ മലയാളി ശീലിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ വെള്ളിത്തിരയിലെ ആരാധന വോട്ടായി മാറണമെങ്കിൽ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അവർക്ക് ജനമനസ്സുകളിൽ സ്ഥാനം പിടിക്കേണ്ടി വരും. വരും നാളുകളിൽ ഈ മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.